വായിച്ചത് അന്ന് ഞാൻ സ്കൂൾ ഓഫ് ആർട്ടിലറി ദേവലാലിയിൽ ഒരു കോഴ്സിന് പോയിക്കാണ്, സ്റ്റാഫ് ഓഫീസേഴ്സ് കോഴ്സിന്. അപ്പോൾ ദേവലാലി എവിടെ, അഗർത്തല എവിടെ. അപ്പോൾ ഞാൻ ഈ വിവരം അറിയുന്നത് തന്നെ 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അന്ന് ടെലിഗ്രാം പരിപാടിയൊക്കെ ആണല്ലോ. 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അച്ഛൻ മരിച്ച വിവരം അറിയുന്നത്. അപ്പോൾ ഈ വിവരം പറഞ്ഞാൽ അപ്പോൾ ഇന്നിരനെ അറിയിക്കണമല്ലോ. ഇന്നിരട്ട് വീട്ടുകാരായിട്ട് ഒരു വിധത്തിലും കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ യൂണിറ്റിലേക്ക് പറഞ്ഞു, വിവരം അറിയിച്ചു, ഇങ്ങനെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, ഇന്നിരയോട് പറയണ്ട. ഇന്നിരട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് വീട്ടിൽ ഫോണൊന്നുമില്ല. അപ്പോൾ ഇന്നിരയോട് വരണ്ട എന്ന് പറയൂ, കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്ത് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി അന്ന് ദുബായിലുണ്ട്, നേരെ താഴെ അനിയത്തി. അവർക്ക് ഒരു 3-3.5 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. അവൾക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഇന്ദിര ഓൾ ദ വേ ഫ്രം ദെയർ. ഒരു ദിവസം മോൻ്റെ കയ്യും പിടിച്ച് മറ്റേ ജവാൻ അവൻ്റെ കയ്യിലൊരു സൂട്ട് കേസുണ്ട്, ഇവർ വീട്ടിലേക്ക് കയറി. നോബഡി കുഡ് ബിലീവ് ഇറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഇന്ത്യൻ ആർമി ഈസ് ഓൾ അബൌട്ട്. നമ്മളൊന്നും അറിയണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ നേരിടാൻ മറ്റുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒരു ഓഫീസറുടെ കാര്യമില്ല, ഒരു ജവാൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടെലിഗ്രാമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ആവട്ടെ. അവനൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവനോട് പറയുന്നതിന് മുമ്പ്, ജവാനെ അറിയിക്കുന്നതിന് മുമ്പ് നമ്മൾ അവൻ്റെ ടിക്കറ്റ്, അവന് ആവശ്യമുള്ള പൈസ, അവൻ്റെ ലീവ് എല്ലാം സാധിച്ചു 10 മിനിറ്റിനുള്ളിൽ നമ്മളത്. അതൊന്നും നമുക്ക് സിവിലിൽ കാണാൻ പറ്റില്ല. അങ്ങനത്തെ അതൊക്കെ എവിടെ കാണാൻ പറ്റും? ആരും ചിന്തിക്കില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു വളർന്ന കാരണം നമ്മുടെ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും. ഒരു നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാറില്ല. എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ളൊരു ധൈര്യം ഉണ്ട് എപ്പോഴും.